ഹായ് എവ്രി വൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോണിൽ നിങ്ങൾ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 12 ട്രിക്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആമസോണിൽ നിങ്ങൾക്കും നിങ്ങളുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സെയിൽസ് ഇല്ല എന്നൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക പൂർണ്ണമായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്സ് നിങ്ങളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആമസോണിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റിങ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കീവേഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തുക. അതായത് കസ്റ്റമേഴ്സ് എന്തിനാണോ എന്ത് കീവേഡ്സ് ആണോ ടൈപ്പ് ചെയ്യുന്നത് സെർച്ച് ബാറിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പേജിലേക്ക് എത്താനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കീവേഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ ലിസ്റ്റിങ്സ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിലുള്ള ഇമേജസും ഉപയോഗിക്കാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉപയോഗിക്കാം, റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആഡ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻസും ഇമേജിൽ പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽസ് സെറ്റ് ചെയ്യാം. അക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാനും വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് ആമസോണിൻ്റെ SEO ടൂൾസും നിങ്ങൾക്ക് കീവേഡ് റിസർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ള ആളുകളിൽ എന്താണ് ആമസോണിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്യുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് ആമസോണിൻ്റെ SEO ടൂൾസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസ് നിങ്ങളുടെ പ്രൊഡക്ട്സിന് വേണ്ടി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സിന് പ്രൈസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആവുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് നിങ്ങൾ സെറ്റ് ചെയ്യാം. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളത് എപ്പോഴും നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രൈസും അക്കോർഡിംഗ്ലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. അവർ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നല്ലത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. കാരണം ഒബ്വിയസ്ലി ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് അധികവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടായിരിക്കും പോവാൻ ചാൻസസ്, അൺലെസ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് അത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്നവർ തിരിച്ചറിയുന്നത് വരെ അവരിതായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ചെയ്യാൻ സാധ്യതയുള്ളത്. ഇപ്പം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ സെല് ചെയ്യുന്ന അതേ പ്രൊഡക്റ്റ് വിൽക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് ഒരു 10-15 പേരുണ്ടെന്ന്, ഏറ്റവും ചുരുങ്ങിയത് 10-15 പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പ്രൈസിങ് നിങ്ങൾക്ക് ഓരോ ദിവസവും നോക്കാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആമസോണിൻ്റെ ഓട്ടോമേറ്റഡ് റീപ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവായിട്ട് പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ് പ്രൈസ് മാറ്റുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി തന്നെ ഇത്ര % വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത്ര റുപ്പീസ് വെച്ചിട്ടോ ഡൗൺ ആക്കാനുള്ള ഒരു ഓപ്ഷനാണ് ആമസോണിൻ്റെ ഓട്ടോമേറ്റഡ് റീപ്രൈസിങ് എന്ന് പറയുന്ന ടൂള്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഡിസ്കൗണ്ട്സും പ്രൊമോഷൻസും ചെയ്യാന്നുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊമോഷൻസ് റൺ ചെയ്യുന്നത് ആമസോണിൽ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡീൽസ് ഒക്കെ ഉണ്ടല്ലോ, ആമസോണിൻ്റെ ഡീൽസുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആമസോണിൻ്റെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള പ്രൊമോഷണൽ ടൂൾസ് ഉണ്ടല്ലോ, ലൈറ്റ്നിങ് ഡീല്, കൂപ്പൺസ്, ബെസ്റ്റ് ഡീൽ ഓഫറൊക്കെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം ഡിസ്കൗണ്ട്സും പ്രൊമോഷൻസും നൽകാനായിട്ട്. നാലാമതായി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റിവ്യൂസ് എൻഹാൻസ് ചെയ്യാം. അതായത് നിങ്ങളുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യാം. അതായത് ഇപ്പം പ്രൊഡക്ട്സ് കൊടുക്കുന്ന സമയത്ത് തന്നെ, ഇപ്പം നമ്മൾ ഒരു ഓർഡർ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മേ ബി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ടുള്ള കാർഡ്സോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ലീഫ്ലെറ്റ് പോലെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അവരെ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പോസിറ്റീവ് റിവ്യൂ ആമസോണിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും എന്ന രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി നിങ്ങളുടെ ബ്രാൻഡിന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാനും ക്രെഡിബിലിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പൊട്ടൻഷ്യൽ ബയേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എടുത്ത് നോക്കുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അവർക്കും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ട് വർക്ക് ചെയ്യും. അടുത്ത കാര്യമാണ് ആമസോണിൻ്റെ FBA യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. ആമസോൺ FBA എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പ്രൊഡക്ട്സ്, നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ മുൻകൂട്ടി തന്നെ ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് അയക്കുകയാണ്. അതിനുശേഷം ഓർഡേഴ്സ് വരുന്നതൊക്കെ ആമസോൺ തന്നെയാണ് ആ ഒരു വെയർ ഹൗസിൽ നിന്ന് പിക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ആളുകളിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ FBA എന്ന് പറയും. അപ്പോൾ ഈ ഒരു FBA സർവീസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ഫുൾഫിൽമെൻറ്റിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ നമുക്ക് ഷിപ്പിംഗ് ടൈം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഫാസ്റ്ററായിട്ട് ഷിപ്പ് ചെയ്യാനായിട്ടും പൊട്ടൻഷ്യലി നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും സഹായിക്കും. കാരണം നമുക്ക് ആമസോൺ FBA ത്രൂ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈം എലിജിബിലിറ്റി ഒക്കെ കിട്ടും. അപ്പോൾ പ്രൈം ടാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് കുറച്ചുകൂടി റിലയബിൾ ആയിട്ട് നമ്മുടെ പ്രൊഡക്ട്സിനെ കാണും. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്.
ഇനി ആറാമത്തെ കാര്യമാണ് ആമസോൺ അഡ്വർടൈസിങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആമസോണിൽ നമുക്കറിയുന്ന പോലെ തന്നെ PPC, പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആമസോൺ അഡ്വർടൈസിങ്ങിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സിന് വിസിബിലിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. ആമസോണിൽ തന്നെ, ആമസോണിൻ്റെ എക്കോസിസ്റ്റത്തിൽ തന്നെ നിങ്ങളുടെ പ്രൊഡക്ട്സിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടാനായിട്ട് ആഡ്സ് നിങ്ങൾക്ക് റൺ ചെയ്യാവുന്നത് പരിഗണിക്കാവുന്നതാണ്. ഏഴാമത്തെ കാര്യമാണ് പ്രൊഡക്റ്റ് റേഞ്ച് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളിപ്പോൾ നിലവിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമേ സെല് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രൊഡക്ട്സ് നിങ്ങൾ ആഡ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ലിസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രൊഡക്ട്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി കുറച്ചുകൂടി ഓർഡേഴ്സ് ലഭിക്കാനായിട്ടുള്ള ചാൻസസ് കൂട്ടുന്നതാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓഫറിങ്സ് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻറ്റ് കസ്റ്റമർ സെഗ്മെൻറ്റ്സിൽ നിന്ന് ഓർഡേഴ്സ് വരുന്ന ചാൻസസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. എന്ന് കരുതി ആദ്യം തന്നെ നമ്മൾ ബൾക്കായിട്ട് ഒത്തിരി പ്രൊഡക്ട്സ് ഒരുപാട് സ്റ്റോക്ക് എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫീസിബിൾ ആകുന്ന രീതിയിൽ നമുക്ക് ഇൻവെൻട്രി മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഓരോ പ്രൊഡക്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിന് സ്റ്റോക്ക് വയ്ക്കുന്നതും അത് മാനേജ് ചെയ്യേണ്ടത്. അടുത്തതാണ് മൊബൈലിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കണ്ടൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ A+ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആമസോണിൻ്റെ മൊബൈൽ യൂസേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്യുക. എല്ലാവരും ഇത് കമ്പ്യൂട്ടർ ഡിവൈസസിലൂടെ അല്ലല്ലോ ആമസോൺ സർഫ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആമസോണിൽ കണ്ടൻറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ആ ഒരു ലിസ്റ്റിംഗ് മൊബൈലിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ആളുകൾക്ക് ഈസി ആയിട്ട് അത് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇമേജസ് ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പ്രോപ്പറായിട്ട് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എസ്പെഷ്യലി ഇപ്പോൾ ഒത്തിരി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഒബ്വിയസ്ലി ഒത്തിരി പേര് മൊബൈലിലൂടെയാണ് കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് ആക്സസും അതുപോലെ തന്നെ നെറ്റ് സർഫിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ ഫ്രണ്ട്ലി ആക്കണം നമ്മുടെ ലിസ്റ്റിങ്സ് എന്നുള്ളത് ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതാണ് എൻഹാൻസ്ഡ് ബ്രാൻഡ് കണ്ടൻറ്റ് ഓഫർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുത്ത ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ ആമസോണിൽ വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ എൻഹാൻസ്ഡ് ബ്രാൻഡ് കണ്ടൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, അതായത് A+ കണ്ടൻറ്റ്, ആമസോൺ സ്റ്റോർ ക്രിയേഷൻ ഉണ്ട്, പിന്നെ ആമസോണിൽ നമുക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രേഡ് മാർക്ക് എടുത്ത ബ്രാൻഡ്സിന് മാത്രം കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻഹാൻസ്ഡ് ബ്രാൻഡ് കണ്ടൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവേർഷൻ റേറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഇത് ഇൻക്രീസ് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 10ാമത്തെ കാര്യമാണ് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ റെഗുലർലി മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കീ മെട്രിക്സ്, എത്ര സെയിൽസ് ഉണ്ടായി ഇന്നൊരു പീരീഡിൽ, എത്ര ട്രാഫിക് ഉണ്ടായി, എത്ര കൺവേർഷൻ റേറ്റ്സ് ഉണ്ടായി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആമസോൺ സെല്ലർ സെൻറ്ററിലെ അനാലിറ്റിക്സ് ടൂൾസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഏത് ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉള്ളത്, നിങ്ങളുടെ സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ ആൻഡ് കണ്ടൻറ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും കണ്ടൻറ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ഓൾറെഡി ഈ ഒരു ചാനലിൽ റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് അറിയണം, അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ആമസോൺ ലിസ്റ്റിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആമസോണിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. കാരണം പുറത്തുനിന്ന് ആമസോണിലേക്ക് നിങ്ങളുടെ പേജിലേക്ക് ട്രാഫിക് വരിക എന്നുള്ളത് ആമസോണും ഒരു നല്ലൊരു പോസിറ്റീവ് ഫാക്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് സെയിൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സിന് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യുബിൾ കണ്ടൻറ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ഇടുക. മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആളുകളൊന്ന് അവെയർ ആവും, നിങ്ങളുടെ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടൊക്കെ ആളുകളൊന്ന് അവെയർ ആവും. പിന്നെ അതിനകത്ത് താല്പര്യമുള്ളവർ എന്താവും, നമ്മുടെ ആമസോൺ ലിസ്റ്റിങ്സിൻ്റെ ലിങ്കിലേക്ക് കയറി ആ ഒരു ലിസ്റ്റിങ്സ് വ്യൂ ചെയ്യും. അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് പർച്ചേസ് ചെയ്യും. അങ്ങനെ അത് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ആവും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കസ്റ്റമർ സർവീസിൽ എക്സലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സലൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല
പ്രോംപ്റ്റായിട്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇൻക്വയറീസിനും ആളുകളുടെ കൺസേൺസിനും അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീസോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾ പരിശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവരുടെ ആ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇത്തരത്തിൽ ഒരു നല്ലൊരു കസ്റ്റമർ സർവീസ് നിങ്ങൾ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകളും റിപ്പീറ്റ് പർച്ചേസസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് അധികമാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്തു, നിങ്ങളുടെ പ്രൊഡക്റ്റിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ മേ ബി എന്തെങ്കിലും ഒരു കസ്റ്റമർ സർവീസിൻ്റെ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങൾ അതിൽ ഉഴപ്പി എന്നാണെന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് പിന്നീട് അതിനകത്ത് ഒരു താല്പര്യമില്ലായ്ക വരും. മറ്റ് ബ്രാൻഡ്സിനെ അവർ ഡിപ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വരാതിരിക്കാനായിട്ട് നിങ്ങൾ എക്സലൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും സ്ട്രാറ്റജീസ് നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് മെട്രിക്സ് ഇമ്പ്രൂവ് ആവുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജീസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആമസോൺ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും.